രാജ്യം മുഴുവൻ മാവോയിസ്റ്റ് മുക്തമാക്കും, അതായത് നക്സൽ ഭീകരത തുടച്ചു നീക്കും എന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് വെറുതെയല്ല. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപനവും നടത്തി. രാജ്യം സമ്പൂർണമായി ഇപ്പോൾ നക്സൽ മുക്തമായിരിക്കുന്നു എന്നാണ് അമിത്ഷാ കഴിഞ്ഞ മാസം, അതായത് മാർച്ചിൽ പ്രസ്താവിച്ചത്. എങ്കിലും നമ്മുടെ രാജ്യത്ത് ചില നക്സലുകൾ ഇപ്പോഴും വലിയ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില നക്സലുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതായത് ഇവരുടെ ഭീകര ശൃംഖല ഇപ്പോഴില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇവർ വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല, ഇവർക്ക് നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നോ രണ്ടോ മൂന്നോ നക്സലുകൾ, തലയ്ക്ക് വലിയ തുക പ്രഖ്യാപിച്ചിരിക്കുന്ന നക്സലുകൾ ഇപ്പോഴും കീഴടങ്ങാൻ മടിച്ച് പല സ്ഥലത്തും ഒളിച്ചിരിപ്പുണ്ട്, പല സ്ഥലത്തും ആയുധങ്ങളുമായി പതിയിരിപ്പുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരത്തിൽ ഒരു ഭീകരനെ ആണ് ഇപ്പോൾ, അതായത് ഒരു നക്സൽ കമാൻഡറിനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. അതായത് 15 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട കമാൻഡർ ഉൾപ്പെടെ 4 മാവോയിസ്റ്റുകളെയാണ് ഇപ്പോൾ തട്ടിയിരിക്കുന്നതെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. വെള്ളിയാഴ്ച ഛത്ര പസാരിബാഗ് ജില്ലാ അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ, സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ തലയ്ക്ക് 15 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച കമാൻഡർ സഹദേവ് മഹത്തോ ഉൾപ്പെടെ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതൊരു വലിയ വിജയമാണെന്ന് കരുതപ്പെടുന്നു. പ്രദേശത്ത് ഒരു മാവോയിസ്റ്റ് സ്ക്വാഡിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്റലിജൻസ് ബ്യൂറോയുടെ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് ജാർഖണ്ഡ് പോലീസ് ആസ്ഥാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും സംയുക്ത സംഘങ്ങൾ പ്രദേശത്ത് വളഞ്ഞു പൊളഞ്ഞുള്ള തിരച്ചിൽ ആരംഭിച്ചു. സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ മാവോയിസ്റ്റുകൾ വളഞ്ഞതിനെ തുടർന്ന് അവർ വെടിയുതിർത്തു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചു. മണിക്കൂറുകൾ നീണ്ട തീവ്രമായ വെടിവെപ്പിന് ശേഷം 4 മാവോയിസ്റ്റുകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിന് ശേഷം നടത്തിയ തിരച്ചിലിൽ സുരക്ഷാ സേന 2 AK-47 റൈഫിലുകൾ, നാടൻ നിർമ്മിതവും അത്യാധുനികവുമായിട്ടുള്ള ആയുധങ്ങൾ, മാവോയിസ്റ്റ് സാഹിത്യങ്ങൾ, നിത്യോപയോഗ വസ്തുക്കൾ, വലിയൊരു വെടിക്കോപ്പ് ശേഖരം എന്നിവയും സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊല്ലപ്പെട്ടവരിൽ ഒരാളായ മഹ്തോ മേഖലയിലെ നിരവധി പ്രധാന സംഭവങ്ങളുടെ പിന്നിലെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. അതേസമയം മറ്റൊരു ഓപ്പറേഷനിൽ ജാർഖണ്ഡിലെ സഗന്ത മേഖലയിലെ ഛോട്ടാ നാഗ്ര പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുള്ള ബാലിബ ഗ്രാമത്തിനടുത്തുള്ള ചദാരദേരയിലെ വനങ്ങളിൽ സുരക്ഷാ സേന ഒരു മാവോയിസ്റ്റ് സ്ക്വാഡിനെ വളഞ്ഞു. എല്ലാ രക്ഷപ്പെടൽ വഴികളും അടച്ചു. മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ വ്യോമ നിരീക്ഷണവും നടത്തുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.